ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതാരുടെ ചിതാഭസ്മോ? പറയാൻ ഇതാരുടെ ചിതാഭസ്മാണെന്ന്. വിഷ്ണുവിന്റെ. എനിക്കറിയേണ്ടത് സെൽവിയെ രേഷ്മ എന്തിന് എന്നിൽ നിന്ന് ഒളിപ്പിച്ചു? ഈ ചിതാഭസ്മ ആരുടെയാ? രേഷ്മ, ഒരുപാട് കള്ളങ്ങൾ നീ എന്റെ മുന്നിൽ നിരത്തി. എന്റെ വീട്ടിലെ സാഹചര്യം വരെ ഞാൻ പറഞ്ഞു. വിഷ്ണുവേട്ടന്റെ അച്ഛന്റെയും അമ്മയുടെയും മനസ്സ് നഷ്ടപ്പെട്ട അവസ്ഥയും ഞാൻ പറഞ്ഞു. ഈ അവസ്ഥകളൊന്നും അന്ന് മുഖവിലക്കെടുക്കാതെ എന്റെ ചോദ്യങ്ങൾക്കൊന്നും നീ ഉത്തരം തന്നില്ല. ഇപ്പൊ റസാക്ക് ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്ത് മറുപടിയാ നീ പറയാൻ പോകുന്നത്? റസാക്ക് ചോദിച്ച ആദ്യത്തെ ചോദ്യം നീ വിട്ടേക്ക്. അതിന്റെ ഉത്തരവും കള്ളത്തരവും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ഒരേ ഒരു ഉത്തരവാ. ഈ ചിതാഭസ്മം ആരുടേതാ? ഇത്രയും കള്ളത്തരങ്ങൾ പറഞ്ഞ നിന്റെ നാവിൽ നിന്ന് തന്നെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയണം. ഇനി നിനക്ക് ഒരു രീതിയിലും ഞങ്ങളിൽ നിന്ന് ഒളിക്കാനാവില്ല രേഷ്മേ. ഇനി നിന്നിൽ നിന്ന് എന്ത് കേട്ടാലും അത് സഹിക്കാനുള്ള മനഃശക്തിയോടെയാ ഞാൻ വന്നിരിക്കുന്നത്. പറയ, ഇതാരുടെ ചിതാഭസ്മോ? പറയാൻ ഇതാരുടെ ചിതാഭസ്മോ ആണെന്ന്. വിഷ്ണുവിന്റെ. കരയാൻ പാടില്ലേ കണ്ണുകൾ? ഇത്രയും ദിവസം ഞാൻ നിന്നോട് ഇത് തന്നെയല്ലേ ചോദിച്ചേ? എന്റെ വിഷ്ണുവേട്ടനെ നീ കൊന്നു. ഇല്ലെങ്കിൽ പിന്നെ എന്തിനു നീ ഇത് ഒളിക്കണം? പറയടി, എന്താ വിഷ്ണുവേട്ടന് സംഭവിച്ചേ? എനിക്ക് അത് നിന്നിൽ നിന്ന് തന്നെ അറിയണം. നീ ഇവിടെ വന്നത് തന്നെ എന്റെ വിഷ്ണുവേട്ടനെ കൊല്ലാനായിരുന്നില്ലേ? എനിക്കറിയാം. നിനക്ക് എന്റെ വിഷ്ണുവേട്ടനെ ഇഷ്ടമായിരുന്നില്ലേ? വിഷ്ണുവേട്ടനെ തേടിയാ നീ ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോ ഭാര്യയും കുട്ടികളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന വിഷ്ണുവേട്ടനെ കണ്ടപ്പോ നിന്റെ ഉള്ളിലെ പ്രതികാരം ഉണർന്നു. നിനക്ക് കിട്ടാത്തത് ആർക്കും കിട്ടരുതെന്ന് കരുതി നീ എന്റെ വിഷ്ണുവേട്ടനെ പറഞ്ഞു പ്രലോഭിപ്പിച്ച് എവിടെയോ കൊണ്ടുപോയി കൊന്നു. അതല്ലേ സത്യം? അതല്ലേന്ന് പറയടി. പറയാൻ ഞാൻ പറഞ്ഞതല്ലേ സത്യം? പറയാൻ. അല്ല, വിഷ്ണു മരിക്കുന്നതിന് മുമ്പ് ഞാൻ വിഷ്ണുവിന് കൊടുത്തൊരു വാക്കുണ്ട്. ഞാൻ മൂലം ഇതൊരാളും അറിയരുതെന്ന്. പക്ഷേ എന്നെയും വിഷ്ണുവിനെയും ചേർത്ത് ശാലിനി ധരിച്ചു വച്ചിരിക്കുന്ന എല്ലാ കഥകൾക്ക് എനിക്ക് മറുപടി പറയണ്ടേ? ഞാൻ അവന് കൊടുത്ത വാക്ക് ഇവിടെ മറക്കുക. ശാലിനി പറഞ്ഞത് സത്യമാ. എനിക്ക് വിഷ്ണുവിനെ ഇഷ്ടമായിരുന്നു. ഒരു നല്ല കൂട്ടുകാരൻ എന്ന നിലയിൽ എല്ലാം തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അതുകൊണ്ടാണല്ലോ അന്ന്
വണ്ടിയിലിരുന്ന് അവന് തലചുറ്റലുണ്ടായ ദിവസം അവന്റെ രോഗവിവരം എന്നോട് പറഞ്ഞത്. നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നീ പറ, നിനക്ക് എന്താ പറ്റിയത്? ഇല്ലെങ്കിൽ വഴിയിൽ ബോധം പോയതുപോലെ നിന്നെ കാണേണ്ടി വന്നത് എന്താ? നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡാ, എന്താ നീ ഒന്നും മിണ്ടാത്തെ? അന്നെന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്റെ മുന്നിൽ നിൽക്കുന്നത് ആ പഴയ വിഷ്ണു അല്ല. അന്ന് നീ ഒന്നും മനസ്സിൽ വെക്കാതെ എന്നോടെല്ലാം തുറന്നു പറയുമായിരുന്നു. നിന്റെ മനസ്സിലെ ഇഷ്ടം വരെ കുട്ടിക്കാലത്ത് നീ എന്നോട് തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്താ നീ എന്നൊരു അന്യായിട്ട് കാണുന്നേ? നീ ഇങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയാം. പക്ഷെ ഇത് യാതൊരു കാരണവശാലും ശാലിനി എന്റെ വീട്ടുകാരും അറിയരുത്. അവർക്കത് താങ്ങാനാവില്ല. എന്താടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ട്. എന്റെ തലയ്ക്ക് ചെറിയൊരു അടി കിട്ടിയായിരുന്നു. ACP ചന്ദ്രബോസായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിനിടയിൽ. എനിക്കിപ്പോ ആരുടെ ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുക. ഒരു ഓപ്പറേഷൻ വേണ്ടി വരുന്ന പറഞ്ഞിരിക്കണ. എന്തിനു ഞാൻ മധുരയിൽ പോയി എന്നുള്ള ശാലിയുടെ ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത്. മധുരയിലുള്ളൊരു ഹോസ്പിറ്റലിൽ വെച്ചാ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എടാ, ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ കൂടെ ആള് വേണ്ടേ? നീ ഈ വിവരങ്ങളൊന്നും ഇവിടെ പറയാതിരുന്ന നിന്റെ ഒപ്പം സഹായത്തിന് ആരാ ഉണ്ടാവുക? നിനക്കെന്നൊന്നും സഹായിക്കാൻ പറ്റില്ലേ? ഓപ്പറേഷന്റെ കാര്യങ്ങളെല്ലാം ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്തു തരോ? വിഷ്ണു, ഒരു ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോ ഒരുപാട് കാര്യങ്ങളില്ലേ? അതിനൊക്കെ ഞാൻ നിന്നാ മതിയോ? ഡോക്ടർ എനിക്ക് 50-50 ചാൻസ് എന്നാ പറഞ്ഞേ. ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വരുന്ന യാതൊരു ഉറപ്പും തരാത്ത ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ശാലിനിയെ വിളിച്ചു വരുത്തിയ എനിക്കപ്പം എന്തെങ്കിലും പറ്റിയ അവള് പിന്നെ ജീവനോടെ കാണില്ല. അതെനിക്ക് ഉറപ്പാ. ആ നിമിഷം അവള് ജീവനോടുക്കും.